നമസ്കാരം. വർഷമേഘങ്ങൾ തലോടി നിൽക്കുന്ന കർക്കടകത്തിന്റെ പുണ്യരാവുകളിൽ രാമായണത്തിന്റെ ഈരടികൾക്കൊപ്പം ഭക്തിയുടെ കുളിർമഴ ഹൃദയങ്ങളിൽ പെയ്യുകയാണ്. രാമായണ പാരായണത്തിന്റെ നിരവധിയായ പുണ്യങ്ങൾക്കൊപ്പം ചേരുന്ന മറ്റൊരു യാത്രാനുഭവമാണ് നാലമ്പല ദർശനം. വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും സാന്ദ്രത നിറഞ്ഞ ആ വഴികളിലൂടെ ഒരു തീർത്ഥാടനം. ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായ ശ്രീരാമന്റെയും ഭരതന്റെയും ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും തിരുനടകൾ ഒരു സൂര്യോദയത്തിന്റെ കുളിർമയിൽ ഒരേ ദിവസം തൊഴുതിറങ്ങുന്ന പുണ്യയാത്രയാണ് നാലമ്പല ദർശനം. ദശരഥ കാവ്യത്തിലെ 4 ഹൃദയത്തുടിപ്പുകൾ പോലെ കർക്കടകത്തിന്റെ കാരുണ്യത്തിൽ നാം പിന്നിടുന്ന ആ പവിത്രമായ തീർത്ഥാടന യാത്രയുടെ ക്രമം ഇങ്ങനെ: തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഒരൊറ്റ പകലിന്റെ വെളിച്ചത്തിൽ 4 തിരുനടകളിലെ സാന്നിധ്യം നുകർന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന അസുലഭ നിമിഷങ്ങൾ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. മണൽ തരികളിൽ തീർത്ഥാടകരുടെ കാൽപ്പാടുകൾ പതിയുമ്പോൾ കർക്കടകത്തിന്റെ കുളിർക്കാറ്റിൽ ഭക്തിയുടെ ആദ്യ ദീപം തെളിയുന്നത് തൃപ്രയാറിന്റെ മണ്ണിലാണ്. നാലമ്പല യാത്രയുടെ പ്രാണനായ ആദ്യ ക്ഷേത്രം. കേരളത്തിലെ പ്രശസ്തമായ ശ്രീരാമക്ഷേത്രങ്ങളിൽ മുൻപന്തിയിലാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ സ്ഥാനം. കർക്കിടകത്തിന്റെ പുലരികളിൽ രാമനാമം ജപിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഭക്തർ ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണെങ്കിലും മഹാവിഷ്ണുവിന്റെ ദിവ്യ ചൈതന്യവും ഇവിടെ ദർശിക്കാമെന്നാണ് വിശ്വാസം. കയ്യിൽ ശംഖ്, ചക്രം, ഗദ, പത്മവുമേന്തി നിൽക്കുന്ന അപൂർവവും മനോഹരവുമായ രൂപമാണ് ഇവിടുത്തെ ശ്രീരാമസ്വാമിയുടേത്. പണ്ട് സമുദ്രത്തിൽ നിന്നും ലഭിച്ചതാണ് ഈ ദിവ്യ വിഗ്രഹമെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. മീനൂട്ടും വെടിവഴിപാടുമാണ് ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ. തൃശൂർ ജില്ലയിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ ദേശത്ത് കനോലി കനാലിന്റെ പടിഞ്ഞാറേക്കരയിലാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. രാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പൂജിച്ച് അനിയന്റെ സ്നേഹവും ത്യാഗവും ചരിത്രമാക്കിയ മണ്ണ്. നാലമ്പല യാത്രയുടെ 2ാം പുണ്യം ഭരതന്റെ തിരുമുറ്റത്തേക്ക്. നാലമ്പല യാത്രയിൽ 2ാമത്തെ ദർശന പുണ്യം കൂടൽമാണിക്യ ക്ഷേത്രം. ഭരതനായി സമർപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അപൂർവ ക്ഷേത്രമാണിത്. ശ്രീരാമന്റെ വനവാസകാലത്ത് രാജാധികാര മോഹങ്ങളില്ലാതെ രാമന്റെ പാദുകങ്ങളെ മാത്രം മുൻനിർത്തി രാജ്യഭരണം നടത്തിയ ഭരതന്റെ അചഞ്ചലമായ ഭക്തിയും നിസ്വാർത്ഥമായ ത്യാഗവുമാണ് ഈ ക്ഷേത്രത്തിന്റെ ആത്മീയ ചൈതന്യം. കേരള തനത് വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും മനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരം കൂടിയാണ് ഈ പുണ്യസ്ഥലം. താമരമാല, വഴുതനങ്ങ നിവേദ്യം, മീനൂട്ട്, വെടിവഴിപാട് എന്നിവയാണ് ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട നഗരത്തിലാണ് കൂടൽമാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. രാമന്റെ നിഴലായി സേവകനായി ഒപ്പം നടന്ന അനുജന്റെ സ്മരണകൾ ഉറങ്ങുന്ന തീർത്ഥഭൂമി. നാലമ്പല യാത്രയുടെ 3ാം പുണ്യം ശാന്തതയുടെ സാന്ദ്രത നിറഞ്ഞ തിരുമൂഴിക്കുളത്തേക്ക്. നാലമ്പല യാത്രയിലെ 3ാമത്തെ പുണ്യപൂങ്കാവനം തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ സ്വാമി ക്ഷേത്രം. ശ്രീരാമനോടുള്ള അചഞ്ചലമായ സേവാഭാവത്തിന്റെയും സഹോദര ഭക്തിയുടെയും ഉത്തമ മാതൃകയായ ലക്ഷ്മണനെ ആരാധിക്കുന്ന അതിപുരാതന വൈഷ്ണവ ക്ഷേത്രമാണിത്. വൈഷ്ണവ പാരമ്പര്യത്തിന്റെ അതീവ പ്രാധാന്യമുള്ള ഈ പുണ്യഭൂമി ശാന്തമായ അന്തരീക്ഷവും പുരാതന കേരള ക്ഷേത്രശൈലിയും കൊണ്ട് ഭക്തഹൃദയങ്ങളിൽ ആത്മീയ ചാരുത നിറയ്ക്കുന്നു. പാൽപ്പായസം, കദളിപ്പഴം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. നാലമ്പലങ്ങളിൽ എറണാകുളം ജില്ലയിലുള്ള ഏക ക്ഷേത്രമാണിത്. ആലുവ താലൂക്കിൽ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ കരയിലാണ് ഈ മഹാക്ഷേത്രം. പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. നാലമ്പലങ്ങളുടെ അവസാന കണ്ണിയായി പ്രാർത്ഥനകൾക്ക് പൂർണ്ണതയേകുന്ന പുണ്യതീരം. ശത്രുഘ്നസ്വാമിയുടെ തിരുനടയിൽ ഭക്തിയുടെ പ്രയാണം സമാപിക്കുന്നു. നാലമ്പല യാത്രയിലെ 4ാമത്തെയും അവസാനത്തെയും ദർശന കേന്ദ്രമാണ് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഇന്ത്യയിൽ ശത്രുഘ്നനായി സമർപ്പിക്കപ്പെട്ട അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശ്രീരാമനോടും മൂത്ത സഹോദരന്മാരോടുമുള്ള അളവറ്റ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായാണ് ഭക്തർ ഇവിടെ എത്തി ശത്രുഘ്നസ്വാമിയെ വണങ്ങുന്നത്. പായമ്മൽ ക്ഷേത്രത്തിലെ ദർശനത്തോടെ നാലമ്പല യാത്രയുടെ പ്രധാന ക്രമം പൂർത്തിയാകുന്നു. എങ്കിലും ഈ തീർത്ഥാടനം പരിപൂർണമാകാൻ അവസാനമായി വീണ്ടും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി
ശ്രീരാമനെ തൊഴുതു പ്രാർത്ഥിക്കണമെന്നൊരു സുപ്രധാനമായ പരമ്പരാഗത വിശ്വാസവും ഭക്തമനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ട്. സുദർശന പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. തൃശൂർ ജില്ലയിൽ കൊടകരയ്ക്ക് സമീപം പായമ്മലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കർക്കിടകത്തിന്റെ കറുത്ത മേഘങ്ങൾ കണ്ണീരായി പെയ്യുന്ന ആ പാതിരാവുകളിൽ രാമായണത്തിന്റെ ഈരടികൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മൾ നടത്തിയ നാലമ്പല യാത്ര അവസാനിക്കുകയാണ്. രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നനഞ്ഞു പോകുന്നു. തലമുറകളായി നമ്മെ കൈപിടിച്ചു നടത്തിയ പിതൃക്കളുടെ സാന്നിധ്യവും അവരുടെ അനുഗ്രഹവും ആ തിരുമുറ്റങ്ങളിൽ തണുത്ത കാറ്റായി നമ്മെ തലോടുന്നുണ്ട്. മാതാപിതാക്കളുടെ ഓർമ്മകളും ജീവിതത്തിന്റെ പെരുമഴക്കാലത്ത് തളർന്നുപോയ നമ്മുടെ കഷ്ടപ്പാടുകളും ആ 4 നടകളിൽ സമർപ്പിച്ച് തിരികെ നടക്കുമ്പോൾ വാക്കുകൾക്കതീതമായ ഒരു ശാന്തത നമ്മുടെ ഉള്ളിൽ പെയ്തിറങ്ങും. സർവ്വവ്യതകളും അടിഞ്ഞുകൂടിയ നമ്മുടെ അകത്തളങ്ങളിൽ പ്രകാശത്തിന്റെ ഒരു പുതിയ തിരി തെളിയുന്നു. അതാണത്രേ ഈ തീർത്ഥാടനത്തിന്റെ പവിത്രത. ഈ കർക്കിടകത്തിന്റെ പുണ്യം നമ്മുടെ ജീവിതത്തിന് എന്നും ഒരു വഴിവിളക്കാകട്ടെ.